ഗോകുൽ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജൻസികൾക്ക് അവർക്ക് പരിഗണന നൽകുന്ന എന്തെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, ജൻസികളെ കൂടി പരിഗണിക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഗോകുൽ കേട്ടോ? പാർട്ടി എന്നല്ല ചോദിക്കുന്നത്, ആരെങ്കിലും പറയുന്നത് കേട്ടോ? നോക്കൂ, നമ്മുടെ ജൻസിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രധാനമായും നമ്മുടെ കേരളത്തിലെ ജൻസി എന്ന് വിളിക്കുന്ന ഈ തലമുറ വോട്ട് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. 1, മികച്ച വിദ്യാഭ്യാസം; 2, മികച്ച തൊഴിലവസരങ്ങൾ; 3, മികച്ച ജീവിത നിലവാരം. ഈ 3 കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജൻസി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത്. അത്തരത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് 85,000-ലധികം സീറ്റുകളാണ് എയ്ഡഡ് സർവകലാശാലകളടക്കം ഒഴിഞ്ഞു കിടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സർക്കാരിൻ്റെ ബാക്കി തൊഴിലവസരങ്ങൾ, വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന അവരുടെ സമീപനത്തിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവാക്കളും വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തേടി പുറം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ജീവിത നിലവാരം കൊണ്ട് മറ്റ് രാജ്യങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. അത്തരത്തിൽ അവർ മുഴുവൻ പേരും മൈഗ്രേറ്റ് ചെയ്തെന്ന് ഈ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നമ്മളിവിടെ നിന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജൻസി, ഒരു യുവാവ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് അവർ ചെല്ലുന്നത്. അത്തരത്തിൽ ഈ 3 കാര്യങ്ങളും അവർക്ക് വാഗ്ദാനമായി നൽകുന്ന, വെറും വാഗ്ദാനങ്ങളല്ല, പൊള്ളയായ കഴിഞ്ഞ 75 വർഷം കേരളം ഭരിച്ച മുന്നണികൾ മാറി മാറി നൽകിയ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്ങനെയാണോ APJ അബ്ദുൽ കലാം അദ്ദേഹം മിഷൻ 2020 എന്ന് പറയുന്ന ഒരു വലിയ വ്യൂ മുന്നോട്ട് വെച്ചത്, അതിൻ്റെ ചുവട് പിടിച്ച് ഇത്രയും കാലം വന്ന സർക്കാരുകൾ അതിനുവേണ്ടി ഒന്നും മുന്നോട്ട് നീക്കിയില്ല. പക്ഷേ നിലവിലുള്ള സർക്കാർ വികസിത് ഭാരത് അഭിയാൻ എന്ന പേരിൽ വലിയൊരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ അവരുടെ അവരുടെ വിഭവം, അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ BJP സർക്കാർ അല്ലെങ്കിൽ BJP കേരളത്തിലും വരണമെന്നുള്ള ആഗ്രഹമാണ് ഗോകുൽ മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതെ, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 75 വർഷമായി ഇവിടുത്തെ വിദ്യാഭ്യാസ, തൊഴിലിൻ്റെ, അതേപോലെ തന്നെ ജീവിത നിലവാരത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് അതിനൊരു മാറ്റം വേണമെന്നാണ് ഒറ്റ സ്വരത്തിൽ ജൻസി ഇന്ന് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോകുലിന് തോന്നുന്നുണ്ടോ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവും? തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ ജൻസിയുടെ ചർച്ചയിൽ നമ്മൾ കൂടുതൽ പറയേണ്ടത്, ഇന്ന് ആ ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണിയുണ്ട്, കേരളത്തിൽ മത്സരിക്കുന്നു. ആ മുന്നണിയിൽ വലിയൊരു ശതമാനം പേരും ജൻസിയാണ്, യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഇന്ന് ആ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന മുന്നണിയിൽ ഇന്ന് കേരളത്തിൻ്റെ ജൻസിക്കുള്ള യുവതലമുറയ്ക്കുള്ളത്. ശരി.